Hello friends, welcome to eMeryt Technical YouTube channel. This is Afzal Halif. നമ്മൾ ഇന്നും പുതിയൊരു ബ്രാൻഡ് ന്യൂ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ കോമ്പറ്റീറ്റീവ് എക്സാമിനുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് സൈക്രോമെട്രി. ആ സബ്ജക്റ്റിന് ആ ടോപ്പിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസും ഉണ്ട്. വളരെയധികം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വളരെയധികം ഡിഫിക്കൽട്ടി ലെവൽ കൂടിയൊരു ടോപ്പിക്കുമാണ് സൈക്രോമെട്രി. ഈ ഡിഫിക്കൽട്ടി ലെവൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കൂടാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ സൈക്രോമെട്രിക്ക് അകത്ത് ഒരുപാട് ടേംസുകളും ഒരുപാട് കൺസെപ്റ്റ്സുകളുമുണ്ട്. ഈ കൺസെപ്റ്റ്സുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ സൈക്രോമെട്രിക്ക് അകത്തുള്ള ആ ടേംസുകളും ആ ഇക്വേഷൻസും ബൈഹാർട്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് കോമ്പറ്റീറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുട്ടികൾക്ക് ഇത് ആൻസേഴ്സുകളെല്ലാം തെറ്റിപ്പോകുന്നതും കൂടുതൽ ഡിഫിക്കൽട്ടി ലെവലായി വരാനുള്ള കാരണവും. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസിനാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ബൈഹാർട്ട് ചെയ്താൽ മാത്രം മതിയാകും. ഈ ടേംസിലൊക്കെ ബൈഹാർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ഇക്വേഷൻസും ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് എല്ലാം കിട്ടും. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറയുന്ന ടേംസുകൾക്കകത്തുള്ള ഫണ്ടമെൻ്റൽസുകളാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽസുകളുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞാൽ കൺസെപ്റ്റ്സുകൾ അറിയാതെ നമുക്കൊരിക്കലും ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. Okay, so today we are going to start our new topic, psychrometry, and it is very very important in the point of view of competitive exams. അപ്പോൾ നമ്മൾ ഇന്ന് സൈക്രോമെട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. My dear students, we are going to start the topic psychrometry. Psychrometry. Okay, this is psychrometry. എല്ലാവർക്കും സൈക്രോമെട്രിയുടെ ഡെഫിനിഷൻസ് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഇന്നലത്തെ പോലെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് വല്ലതും ഉണ്ടോ? എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ? വീഡിയോസ് എല്ലാം വീഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ വെരി ഗുഡ് ക്ലിയർ. ഓക്കെ, അപ്പോൾ സൈക്രോമെട്രിയിലുള്ള ആ ടേംസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ടേംസുകളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരുപാട് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സുകൾ ക്ലിയർ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്തിലോട്ട് പോകാം? ഈ സൈക്രോമെട്രിയുടെ ഫണ്ടമെൻ്റൽ ഡെഫിനിഷൻസിലോട്ട് പോകാം. വാട്ട് യു മീൻ ബൈ സൈക്രോമെട്രി? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ വാട്ട് ഈസ് ദ ബേസിക് ഫണ്ടമെൻ്റൽ ഡെഫിനിഷൻ ഓഫ് സൈക്രോമെട്രി? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ എന്താണെന്നുള്ളത്? ഇറ്റ് ഈസ് എ സയൻസ്. സൈക്രോമെട്രി ഈസ് എ സയൻസ്. Psychrometry is a science which deals with the study of properties of moist air. Properties of moist air. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത് ഈ മോയിസ്റ്റ് എയർ ആണ്. മോയിസ്റ്റ് എയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് സൈക്രോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, ദ ടോപ്പിക് സൈക്രോമെട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്റ്റ് എയർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പം ഈ മോയിസ്റ്റ് എയർ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ആ സാമ്പിളിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ അനാലിസിസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയർ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് അവർ അറ്റ്മോസ്ഫിയറിക് എയർ. നോക്കൂ, ദിസ് ഈസ് മൈ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് ഞാൻ എന്തെടുത്തു? ഒരു സാമ്പിൾ ഞാൻ കളക്ട് ചെയ്തു. എനിക്കറിയേണ്ടത് ഈ അറ്റ്മോസ്ഫിയറിക് എയറിനകത്തുള്ള കണ്ടൻസുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നിങ്ങൾ ആദ്യം ഓരോരുത്തരായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. വാട്ട് ആർ ദ കണ്ടൻസ് ഇൻ ദി അറ്റ്മോസ്ഫിയറിക് എയർ? അറ്റ്മോസ്ഫിയറിക് എയറിനകത്തുള്ള കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ ആർക്കെങ്കിലും? നിങ്ങളെല്ലാവരും കുഞ്ഞുനാളിൽ മുതലേ പഠിക്കുന്ന കണ്ടൻറ്റുകളാണ്. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. കമൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ലേ? ഓക്കെ, വാട്ടർ വേപ്പർ മാത്രമേ ഉള്ളൂ അറ്റ്മോസ്ഫിയറിക് എയറിൽ.
യെസ് കൂടുതൽ കണ്ടന്റുകൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ നൈട്രജൻ ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജൻ ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് എയറിൽ ഇന്നേർട്ട് ഗ്യാസസ് ഉണ്ട്, ഇന്നേർട്ട് ഗ്യാസസുകളുണ്ട്. ഫൈനലി അറ്റ്മോസ്ഫിയറിക് എയറിൽ ആരുമുണ്ട്? വാട്ടർ വേപ്പറുമുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇത്രയും കണ്ടന്റുകളുണ്ടോ, ഈ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇനേർട്ട് ഗ്യാസസ്, ഇവനെ വിളിക്കുന്ന ഈ പോയിന്റ്സുകളെല്ലാം, ഇത്രയും ഗ്യാസുകളെ ചേർത്ത് വിളിക്കുന്നതാണ് ഡ്രൈ എയർ. ഇത്രയും പാർട്ടുകൾ ചേർത്ത് വിളിക്കുന്നതാണ് ഡ്രൈ എയർ. പിന്നെയുള്ള ഒരു സെക്കൻഡറി പാർട്ട് എന്ന് പറയുന്നത് ആരാണ്? വാട്ടർ വേപ്പറാണ്. ഈ വാട്ടർ വേപ്പർ നമ്മൾ വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് വെറുതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മോയിസ്റ്റ് എയർ ആണ്. ആ അറ്റ്മോസ്ഫിയറിക് അതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഡ്രൈ എയറുമുണ്ട്, അതേപോലെ തന്നെ വാട്ടർ വേപ്പറുമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടല്ല, എൻ്റെ സൈക്രോമെട്രിക് കോഴ്സിൽ ത്രൂ ഔട്ടായിട്ട് ഞാൻ എവിടെയെങ്കിലും എയർ എന്ന വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് moisture. It indicates moisture which contains two parts. First one is dry air and the second one is water vapor. നൈട്രജനും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസ് എല്ലാം നമ്മൾ മറന്നേക്കുക. അവരെല്ലാം നമ്മൾ ഒന്നിച്ച് എന്താക്കി എടുത്തു? ഡ്രൈ എയർ എന്ന പാർട്ടിലോട്ട് മാറ്റി. അങ്ങനെ മൊത്തം രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഞാൻ ആരെ തിരിച്ചിരിക്കുകയാണ്? അറ്റ്മോസ്ഫിയറിക് എയറിനെ തിരിച്ചു. ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ എയർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വാട്ടർ വേപ്പർ. ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഈ എയറിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സുകൾ നടന്നു എന്ന് വിചാരിക്കുക. എനി പ്രോസസ്, എന്തെങ്കിലും പ്രോസസ്. ഫോർ എക്സാമ്പിൾ ഈ അറ്റ്മോസ്ഫിയറിക് എയർ ഞാൻ കൂൾ ചെയ്യുമെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ കയ്യിലുള്ള അറ്റ്മോസ്ഫിയർ ഞാൻ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സുകൾ നടത്തി കഴിഞ്ഞാൽ ഈ ഡ്രൈ എയറോ കൂളിംഗ് അല്ല, എന്ത് പ്രോസസ്സ് ആയിക്കോട്ടെ, ഈ ഡ്രൈ എയറിലുള്ളതും ഈ വാട്ടർ വേപ്പറിൻ്റെ മാസുകൾ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, എൻ്റെ കയ്യിലുള്ള എയറിനകത്ത് ഞാൻ എന്തെങ്കിലും ഒരു പ്രോസസ്സുകൾ ചെയ്യുകയാണെങ്കിൽ ആ എയറിനകത്ത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഒന്ന് ഡ്രൈ എയറും ഒന്ന് വാട്ടർ വേപ്പറും. ഇവർക്ക് രണ്ടു പേർക്കും എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇവരുടെ മാസുകൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? സംഭവിക്കുമെങ്കിൽ ആർക്കാണ് മാറ്റം സംഭവിക്കുക? ഒന്ന് പറയാമോ? ഇതൊരു ഇൻട്രാക്റ്റീവ് ലൈവ് സെഷൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് ഇതുപോലുള്ള കൺസെപ്റ്റുവൽ ക്ലാസ്സസ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് പറയാമോ എന്തൊക്കെയാണെന്ന്? ഇപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് ഞാൻ പറയുന്നില്ല. ഹ്യൂമിഡിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി എന്ന് നമ്മളിപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള എയർ എനിക്ക് തോന്നിയ പോലെ എന്തെങ്കിലും കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ഈ ഡ്രൈ എയറോ അല്ലെങ്കിൽ വാട്ടർ വേപ്പറോ എന്ന് പറയുന്ന രണ്ടുപേരുടെ മാസുകൾക്ക് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ആർക്കാണ് മാറ്റം വരാൻ സാധ്യത? കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ. വെരി ഗുഡ് മനോഹർ ശങ്കർ, വെരി ഗുഡ്, എക്സലൻറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളതിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് മൈ കമ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും എന്തൊക്കെയാണ്. ഓക്കെ, here I have implanted a cooling coil. Who is this? This is a cooling coil. This is a cooling coil. And even a cooling coil ആണ്. വെരി ലോ ടെമ്പറേച്ചർ ഉള്ള കൂളിംഗ് കോയിലാണ്. ഈ കൂളിംഗ് കോയിലിനകത്തൂടെ ഞാൻ ആരെ കടത്തി വിട്ടു? എയറിനെ കടത്തി വിട്ടു. എയർ ആരാണ് എൻ്റെ എയർ? മൈ എയർ മീൻസ് മോയ്സ്ചർ മീൻസ് ആ മോയ്സ്ചറിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ മോയ്സ്ചറിൽ ഒന്ന് ഡ്രൈ എയർ ഉണ്ട്, പിന്നെ ആരുണ്ട്? വാട്ടർ വേപ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം നമുക്ക് കാര്യങ്ങൾ കുറേ കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ രണ്ട് നമ്പേഴ്സിൽ കൊടുക്കും. ഞാൻ കടത്തി വിടുന്ന ഈ എയറിനകത്ത് 100 ഗ്രാം ആരുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100 യൂണിറ്റ്സ് ഓഫ് ഗ്രാം ഒന്നും വേണ്ട, 100 യൂണിറ്റ്സ് ഓഫ് ഡ്രൈ എയറുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 10 യൂണിറ്റ്സ് ഓഫ് വാട്ടർ വേപ്പറും ഉണ്ടെന്ന് വിചാരിക്കുക. നോക്കൂ, ഈ കാണുന്ന
മോയിസ്റ്റ് എയർ എന്ന് പറയുന്ന മോയിസ്റ്റ് എയർ നമ്മൾ ഈ അപ്പാരറ്റസിൽ എന്ത് കടത്തി വിട്ടു. ഈ എയർ എന്ത് ചെയ്യുന്ന അറിയാം, ഈ കൂളിംഗ് കോയിൽ ടച്ച് ചെയ്യും. കൂളിംഗ് എന്ന് വെരി 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 ലോ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ എയർ ഈ കൂളിംഗ് കോയിൽ ടച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മളെ എയറിൻ്റെ ടെമ്പറേച്ചർ കുറയും. എയറിൻ്റെ ടെമ്പറേച്ചർ കുറയുക എന്ന് പറഞ്ഞാൽ എയറിനകത്തുള്ള ഈ ഡ്രൈ എയറിൻ്റെയും വാട്ടർ വേപ്പറിൻ്റെയും ടെമ്പറേച്ചർ ഒരേപോലെ കുറയും. കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ താഴെ ആകുമ്പോൾ അതിനകത്തുള്ള വാട്ടർ വേപ്പർ തണുത്ത് ആ വാട്ടർ വേപ്പർ കണ്ടൻസ് ആവാൻ തുടങ്ങും, ഡ്രോപ്ലെറ്റ്സുകളായിട്ട് മാറാൻ തുടങ്ങും. ആ ഡ്രോപ്ലെറ്റ്സുകൾ അങ്ങനെ അതിലും കൂടുതൽ തണുപ്പിച്ചു വാട്ടർ വേപ്പർ ഡ്രോപ്ലെറ്റ്സുകളായി കണ്ടൻസ് ചെയ്യപ്പെടും. ആ കണ്ടൻസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ്സുകൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കളക്ട് ചെയ്തു. നോക്കൂ, ഇവിടെ കളക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇവിടെ കളക്ട് ചെയ്ത ആ പറയുന്ന കണ്ടൻസ്ഡ് വാട്ടർ വേപ്പറിൻ്റെ യൂണിറ്റ് 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന എയർ, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ഡ്രൈ എയറിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവൻ്റെ യൂണിറ്റ് 100. കാരണം എയറിനെ നിങ്ങൾ ചൂടാക്കിയാലും എയറിനെ നിങ്ങൾ തണുപ്പിച്ചാലും എയറിന് എന്ത് സംഭവിക്കത്തില്ല, ഫേസ് ചേഞ്ച് സംഭവിക്കത്തില്ല. പക്ഷേ നമ്മുടെ വാട്ടർ വേപ്പർ കയറിയപ്പോൾ 10 യൂണിറ്റ്സ് ആയിരുന്നു, അതിൽ 4 യൂണിറ്റ്സ് കണ്ടൻസ് ചെയ്ത് വിട്ടു. ഇവിടെ വന്നപ്പോൾ അവൻ എത്ര യൂണിറ്റ്സ് ആയിട്ട് പുറത്തിറങ്ങി, 6 യൂണിറ്റ്സ് ആയിട്ട് അവൻ പുറത്തിറങ്ങി. 6 യൂണിറ്റ്സ് ആയിട്ട് അവൻ പുറത്തിറങ്ങി. ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൈക്രോമെട്രിയിൽ എന്ത് പ്രോസസ്സുകൾ നടന്നാലും അവിടെ ഈ പറയുന്ന വാട്ടർ വേപ്പറിൻ്റെ മാസിന് ചേഞ്ചസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഡ്രൈ എയറിൻ്റെ മാസിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഡ്രൈ എയറിന് സൈക്രോമെട്രിക് അനാലിസിസിൽ ഈ ഡ്രൈ എയറിന് നമുക്ക് എന്ത് വിളിക്കാം, ഇറ്റ് ഈസ് എ ഫിക്സഡ് പാർട്ട് ആൻഡ് വാട്ടർ വേപ്പർ ഈസ് എ വേരിയബിൾ പാർട്ട്. വാട്ടർ വേപ്പർ ഈസ് എ വേരിയബിൾ പാർട്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പറയുന്ന കൺസെപ്റ്റ്സുകളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പറയുക. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് കണ്ടന്റ്. പറയാമോ? യെസ്, വെരി ഗുഡ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എക്സലൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ പറയുന്ന കൺസെപ്റ്റ്സിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നൗ വി ആർ മൂവിങ് ഓൺ ടു ദ സൈക്രോമെട്രിക് ടേംസ്. സൈക്രോമെട്രിക് ടേംസ്. ശ്രദ്ധിക്കണേ, ദിസ് ഈസ് സൈക്രോമെട്രിക്, സൈക്കോ അല്ല, സൈക്രോമെട്രിക് ടേംസിലാണ്. സൈക്രോമെട്രിക് ടേംസിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്ന ടേമാണ് ഹ്യൂമിഡിറ്റി. ഇറ്റ് ഈസ് ഹ്യൂമിഡിറ്റി, or it is specific humidity, or it is specific humidity, or it is humidity ratio, or it is humidity ratio, and it is represented as the symbol as omega. ഇങ്ങനെയാണ് ഈ ഹ്യൂമിഡിറ്റിയെ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഇസ് മൈ ടേം. ഓക്കെ, അപ്പോൾ സൈക്രോമെട്രിക് ടേംസിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേമാണ് ആര്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ടേം. ആർക്കെങ്കിലും പറയുമ്പോൾ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഹ്യൂമിഡിറ്റി? What is the definition of humidity? Anybody can say that? What is the definition of humidity? ആർക്കെങ്കിലും പറയാമോ? What is the definition of humidity? ആർക്കുമില്ല. വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ എയർ. ഓക്കെ, എനിവേ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കൂ. ദിസ് ഈസ് എ സാമ്പിൾ. ഇതെന്ത് സാമ്പിളാണ്? നോക്കൂ, എൻ്റെ റൂമിനകത്തുള്ള ഈ അറ്റ്മോസ്ഫിയറിക് എയറിന് ഒരു സാമ്പിളായിട്ട് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യിക്കാം. ഓക്കെ, ദിസ് ഈസ് വാട്ട്? ഹു ഈസ് ദിസ്? ദിസ് ഈസ് എയർ. എയർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഇനി മുതൽ എയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ വേപ്പർ ആൻഡ് ഡ്രൈ എയർ.
ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ വേപ്പർ ആൻഡ് ഡ്രൈ എയർ. അപ്പോൾ ഡ്രൈ എയറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ എന്ത് വിളിച്ചോട്ടെ? ലെറ്റ് ഇറ്റ് ബി MA എന്ന് വിളിച്ചോട്ടെ. MA മീൻസ് ഡ്രൈ എയർ. വാട്ടർ വേപ്പറിൻ്റെ മാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ എന്ത് കൊടുത്തോട്ടെ? ഇറ്റ് ഈസ് MV. ഞാൻ ഓരോ പോയിന്റ്സിൽ ഇങ്ങോട്ട് മാറ്റി എഴുതാം. വാട്ട് ഈസ് MA? ഇറ്റ് ഈസ് മാസ് ഓഫ് dry air. What is MV? It is mass of water vapor. It is mass of water vapor. Let P be the total pressure. Let P be the total pressure. Let P be the total pressure. ഈ എൻ്റെ കയ്യിലുള്ള മോയിസ്റ്റ് എയറിൻ്റെ ടോട്ടൽ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഇത് P. But according to Dalton's law of partial pressure, according to Dalton's law of partial pressure, according to Dalton's law of partial pressure, Dalton's law of partial pressure പറയുന്നത് എൻ്റെ കയ്യിലുള്ള സിസ്റ്റത്തിനകത്ത് ഒന്നിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസുകളുണ്ട്. ലെറ്റ് ഇറ്റ് ബി മാസ് ഓഫ് ഡ്രൈ എയറുമുണ്ട്, വാട്ടർ വേപ്പറുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇൻഡിവിജ്വൽ കമ്പോണൻസുകൾ സെപ്പറേറ്റ്ലി എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൽ കണ്ടുപിടിച്ച് അവർ തമ്മിൽ കൂട്ടിക്കൊടുത്താൽ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദി ടോട്ടൽ പ്രഷർ P. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കാൻ പോകുന്നു PV എന്ന് പറയുന്ന സാധനം. വാട്ട് ഈസ് PV? PV ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വാട്ടർ വേപ്പർ ഒൺലി. ഈ ടോട്ടൽ സിസ്റ്റത്തിനകത്ത് ഡ്രൈ എയറുമുണ്ട്, വാട്ടർ വേപ്പറുമുണ്ട്. വിച്ച് മീൻസ് ഡ്രൈ എയറിൻ്റെ മോളിക്യൂൾസും ഉണ്ട്, വാട്ടർ വേപ്പറിൻ്റെ മോളിക്യൂൾസും ഉണ്ട്. അതിനകത്ത് ഈ കാണുന്ന മോളിക്യൂൾസുകളാണല്ലോ പ്രഷറുകൾ എക്സേർട്ട് ചെയ്യുന്നത്. ഈ വാട്ടർ വേപ്പറിൻ്റെ മോളിക്യൂൾസുകൾ മാത്രം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് PV. ആൻഡ് ദിസ് PV is known as partial pressure of water vapor. This PV is known as partial pressure of water vapor. Partial pressure of water vapor. And PA is known as partial pressure of dry air. Partial pressure of dry air. അങ്ങനെയാണെങ്കിൽ ഡോൾട്ടൺസ് ലോ പറയുന്നത് ടോട്ടൽ പ്രഷർ P എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡ്രൈ എയറിൻ്റെ പ്രഷർ പ്ലസ് വാട്ടർ വേപ്പറിൻ്റെ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ടോട്ടൽ പ്രഷർ. പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സം ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസുകളുടെ പ്രഷറുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണോ ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞതിലൊന്നും സംശയമില്ലല്ലോ പിള്ളേരെ. പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പറും പാർഷ്യൽ പ്രഷർ ഓഫ് എയറും ഒന്നുമില്ല. എയറിൻ്റെ മോളിക്യൂൾസ് മാത്രം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ ഞാൻ PA എന്ന് വിളിച്ചു. വാട്ടർ വേപ്പറിൻ്റെ മോളിക്യൂൾസ് മാത്രം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന് PV എന്ന് വിളിച്ചു. അതിന് പേര് വിളിച്ചിട്ടുണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പറും പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ. ക്ലിയർ ആണോ പിള്ളേരെ? ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാം നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോവാം. വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ലെറ്റ് T is the temperature of the mixture, V is the volume of the mixture. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ഡ്രൈ എയർ ആൻഡ് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി വാട്ടർ വേപ്പർ? പറയാമോ? PSC questions ആണ്. Here lies the concepts. Here lies the concepts. What ഞാൻ ടോട്ടൽ പ്രഷർ P എന്ന് പറഞ്ഞപ്പോൾ ഡോൾട്ടൺസ് ലോ വെച്ച് PA PV വെച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ കാണുന്ന മിക്സ്ചറിന്റെ ടെമ്പറേച്ചർ T ആണെങ്കിൽ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ ആൻഡ് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ വേപ്പർ? ഒരൊറ്റ കാര്യം ചോദിച്ചാൽ മതി. ഈ കാണുന്ന ഡ്രൈ എയറിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ, വാട്ടർ വേപ്പറിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ?
ഈക്വൽ ടെമ്പറേച്ചറാണ്. പാർഷ്യൽ പ്രഷർ ഡോൾട്ടൺസ് ലോ ഓഫ് കണ്ടല്ലോ, ഈ പേര് കണ്ടോ, ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. പ്രഷറുകൾക്ക് മാത്രമാണ് ഡോൾട്ടൺസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഇതൊരു മിക്സ്ചറാണ്. ഈ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ ടി ആണ്, വിച്ച് മീൻസ് ഡ്രൈ എയറിൻ്റെ ടെമ്പറേച്ചറും ടി തന്നെയാണ്, വാട്ടർ വേപ്പറിൻ്റെ ടെമ്പറേച്ചറും ടി ആണ്. ഇപ്പോൾ നമ്മളൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ എടുത്തു, ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പം ഈ റൂം ഇപ്പോൾ ഞാൻ AC ടെമ്പറേച്ചർ എടുത്ത് തണുപ്പിച്ച് 25 ഡിഗ്രി സെൽഷ്യസിൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഓരോ കോർണറിലും പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓരോ ടെമ്പറേച്ചർ ഫീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെയിം യൂണിഫോം ടെമ്പറേച്ചറാണ്. അതായത് ഈ റൂമിനകത്തുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ ഒരു യൂണിഫോം ടെമ്പറേച്ചർ ആണ്. അതിനകത്ത് വാട്ടർ വേപ്പർ ഇന്ന ടെമ്പറേച്ചറും എയർ ഇന്ന ടെമ്പറേച്ചർ എന്ന കൺസെപ്റ്റ് ഇല്ല, എല്ലാവരും ഒരേ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ടെമ്പറേച്ചർ ഓഫ് ദി വാട്ടർ വേപ്പർ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ദി ഡ്രൈ എയർ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ടി. പിന്നെ ബൈ അവർ കോമൺ സെൻസ് ഇതൊരു മിക്സ്ചറാണ്. ഗ്യാസസിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിയമാണ് ഗ്യാസിൻ്റെ വോളിയം. വാട്ടർ വേപ്പർ ഒരു ഗ്യാസ് ആണോ പിള്ളേരെ? എയർ ഒരു ഗ്യാസ് ആണ്. വാട്ടർ വേപ്പർ ഒരു ഗ്യാസ് ആണോ? അതൊന്നും ചോദിക്കുന്നില്ലല്ലേ, കളിയാക്കുന്നില്ലേ? വാട്ടർ വേപ്പർ ഈസ് ഓൾസോ എ ഗ്യാസ്, വിച്ച് മീൻസ് വോളിയം ഓഫ് വാട്ടർ വേപ്പർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഡ്രൈ എയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് അവർ മിക്സ്ചർ ബി. അപ്പോൾ വ്യത്യാസം വരുന്നത് ആർക്ക് മാത്രമേ വരുന്നുള്ളൂ? പ്രഷറിൻ്റെ കേസിൽ മാത്രമാണ് ഡ്രൈ എയറിനും നമ്മുടെ വാട്ടർ വേപ്പറും സെപ്പറേറ്റ് പ്രഷേഴ്സുകൾ. വോളിയം കേസ് എടുത്താലും ശരി, ടെമ്പറേച്ചറിൻ്റെ കേസ് എടുത്താലും ശരി, എല്ലാവർക്കും ഒരേ ടെമ്പറേച്ചറും ഒരേ വോളിയമാണ്. ഫോർ ദ മിക്സ്ചർ ആയിട്ട് പറയാം, ഫോർ ദ മിക്സ്ചർ, ഓക്കെ, ഫോർ ദ മിക്സ്ചർ. ഇനി നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു, നോക്കൂ, മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇവിടെ ഉണ്ട്. മാസ് ഓഫ് വാട്ടർ വേപ്പർ, എൻ്റെ സാമ്പിളിനകത്ത് എത്ര കിലോഗ്രാം മാസ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട് ഡിവൈഡ് ബൈ എത്ര കിലോഗ്രാം മാസ് ഓഫ് ഡ്രൈ എയർ ഉണ്ട്. സോ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വാട്ട്? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ചില ആൾക്കാർ വിചാരിക്കുന്ന അറിയാമോ, ഈ MA എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ M ആണ്. M ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം, ടോട്ടൽ മാസ് ഓഫ് ദ മിക്സ്ചർ. അതെന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഡ്രൈ എയർ പ്ലസ് മാസ് ഓഫ് വാട്ടർ വേപ്പറാണ്. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്തുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇനി ശ്രദ്ധിച്ച് നോക്കൂ, ഞാൻ തൊട്ട് മുമ്പിനെ നിങ്ങളൊരു കൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഈ സൈക്രോമെട്രിയിൽ ത്രൂ ഔട്ട് നമ്മളൊരു പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ ആരുടെ വാല്യൂ മാറാൻ സാധ്യതയുണ്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ വേപ്പറിൻ്റെ വാല്യൂസ് മാറാൻ സാധ്യത. ഇറ്റ് ഈസ് എ വേരിയബിൾ പാർട്ട് ആൻഡ് ഡ്രൈ എയർ ഈസ് എ ഫിക്സഡ് പാർട്ട്. അതുകൊണ്ടാണ് സൈക്രോമെട്രിയിൽ പഠിക്കാൻ പോകുന്ന എല്ലാ ടേംസുകളും പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു പ്രോസസ്സ്, ഒരു സിസ്റ്റം അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒമേഗ എന്ന് പറയുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അനലൈസ് ദ പ്രോപ്പർട്ടി ഒമേഗ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫിക്സഡ് പാർട്ടായിട്ടുള്ള മാസ് ഓഫ് ഡ്രൈ എയർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയറിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി പറയാൻ പോവുകയാണ്. പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇവരെ നോക്കൂ, കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. DA മീൻസ് ഡ്രൈ എയർ ആണ്. ഓക്കെ, ഒരു കിലോഗ്രാം അതായത് എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് എത്ര കിലോഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. വൈ ഇറ്റ് ഇസ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ? ബിക്കോസ് ത്രൂ ഔട്ട് ദ സൈക്രോമെട്രിക് അനാലിസിസ് മാസ് ഓഫ് ഡ്രൈ എയർ റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ കേസുകളിലും പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയറിൽ സൈക്രോമെട്രിക് പ്രോസസ് അനലൈസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ. ക്ലിയർ ആണോ? ചില കുട്ടികൾ എന്നറിയാമോ, ചില ബുദ്ധിമാന്മാർ നോക്കൂ, കിലോഗ്രാം വെട്ടി കളഞ്ഞിട്ട് ഇതൊരു ഡയമെൻഷൻലെസ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ പറയാൻ പാടില്ല. മുകളിൽ കിടക്കുന്ന കിലോഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ആണ്, താഴെ കിടക്കുന്ന കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. ഓക്കെ, സോ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ യൂണിറ്റ് നമ്മൾ പിടിച്ച് കിലോഗ്രാം വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ക്ലിയർ ആണ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? വി ആർ ഗോയിങ് ടു അനലൈസ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഇതുവരെ നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്തിയിട്ടില്ല. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന കഥ എന്താണ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ടു ദ മാസ് ഓഫ് ഡ്രൈ എയർ ഈസ് നോൺ ആസ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. നമ്മുടെ എയർ, സീ ദിസ് എയർ, ഈ എയർ ഒരു ഐഡിയൽ ഗ്യാസ് ആണെന്ന് നമുക്കറിയാം.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡ്രൈ എയറും എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾസോ an ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. എൻ്റെ ചോദ്യം, ഈ വാട്ടർ വേപ്പർ ഒരു ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇൻ സൈക്രോമെട്രിക് അനാലിസിസ്? ക്വസ്റ്റ്യനാണ്. ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് ആണ്, ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ്. എൻ്റെ ചോദ്യം, സൈക്രോമെട്രിക് അനാലിസിസിനകത്ത് മാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ വേപ്പറിനെ ഒരു ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പറയാമോ പിള്ളേരെ? പറ്റുമോ ഇല്ലേ? പ്ലീസ്. പറയുന്നില്ല. സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ, വെരി ഗുഡ്, എക്സലൻറ്റ്. സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഓക്കെ ഒരാൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് മൈ മാസ് ഓഫ് വാട്ടർ വേപ്പർ? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ? ഇപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറിൻ്റെ കണ്ടീഷൻ എന്താണ്? സാച്ചുറേറ്റഡ് ആണോ, ഡ്രൈ സാച്ചുറേറ്റഡ് ആണോ, സൂപ്പർ ഹീറ്റഡ് ആണോ? ഒരാൾ നോ എന്ന് പറയുന്നു. ഓക്കെ, അതിലോട്ട് വരാം. എൻ്റെ ക്വസ്റ്റ്യൻ, മാസ് ഓഫ് ഈ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയർ എയറിൽ എന്ത് കണ്ടീഷൻ? വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ? വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ? പറയപ്പില്ലേ പെട്ടെന്ന്. നമ്മളിന്ന് കംപ്ലീറ്റ് ഹിസ്റ്ററിയും സൈക്കോമെട്രിയിൽ നിങ്ങൾ ഇന്ന് വരെ പഠിച്ചിട്ടില്ലാത്ത മുഴുവൻ കാര്യങ്ങളും ഞാനിന്ന് പഠിപ്പിക്കും, ബട്ട് വിത്ത് കൺസെപ്റ്റ്സ്. അതിന് നിങ്ങളുടെ ഇൻട്രാക്ഷൻ വേണം. What is the state of yes, ഒരാൾ വെറ്റ്, ഒരാൾ സാച്ചുറേറ്റഡ്. ഓക്കെ, ഇനി is there any other options? ഇത് ഞാൻ നിങ്ങളെ തെർമോഡൈനാമിക്സിൽ പഠിപ്പിച്ചിട്ടുള്ള, കാരണം ഒന്ന് രണ്ട് സംശയമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി പറയുന്നത്. ഓക്കെ, ഇത് തെർമോഡൈനാമിക്സ് തലത്തിലെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഗ്രാഫാണ്. സൈക്രോമെട്രിയിൽ ത്രൂ ഔട്ട് കൺസെപ്റ്റ്സുകൾ പഠിക്കാൻ പറ്റുന്ന ഏക ഗ്രാഫ് TS ഗ്രാഫാണ്. ഈ ഗ്രാഫിനകത്തൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ സൈക്രോമെട്രിക് അനാലിസിസിലും സൈക്രോമെട്രിക് പ്രോസസ്സിലും പഠിക്കാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ദ TS ഗ്രാഫ്. ഇതാണ് സാച്ചുറേഷൻ ഡോം എന്ന് പറയുന്ന ഡോം. ഈ ഡോമിൻ്റെ ഏറ്റവും ഈ ടോപ്പ് പോയിന്റിന് വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് വിളിക്കുന്നു. ഈ ഡോമിൻ്റെ ഈ കാണുന്ന കർവിലും ആ ലെഫ്റ്റ് സൈഡിലും ലിക്വിഡ്സ് മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡിലും ഈ കർവ് റൈറ്റ് സൈഡിലെ കർവിലും അതിൻ്റെ റൈറ്റ് സൈഡിലും ആര് മാത്രമേ ഉള്ളൂ? വേപ്പർ മാത്രമേ ഉള്ളൂ. സെൻറ്റർ പോർഷൻസിൽ ആരാണുള്ളത്? ലിക്വിഡ് പ്ലസ് വേപ്പറാണ്. എന്താണുള്ളത്? ലിക്വിഡ് പ്ലസ് വേപ്പറാണുള്ളത്. ഈ ലിക്വിഡ് പ്ലസ് വേപ്പർ എന്ന് പറയുന്ന ഇവനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെറ്റ്. ദിസ് ഇസ് വെറ്റ് റീജിയൻ. And this is super heated region, and this is my liquid region. എൻ്റെ ചോദ്യം, ഈ മൂന്ന് റീജിയനിൽ എവിടെയായിരിക്കും നമ്മുടെ വാട്ടർ വേപ്പറിൻ്റെ റീജിയൻ? ഇനി പറ, വേറൊരു കാര്യം ഇവിടെ പറയാം. ദിസ് ഈസ് ഈ കാണുന്ന ലൈനിലാണെങ്കിൽ നമ്മൾ അവനെ വിളിക്കും സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്ന് വിളിക്കും. ഈ കാണുന്ന ലൈനിലാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് എ സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് വിളിക്കും. അപ്പം നോക്കൂ, ലിക്വിഡ് ആണോ, സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണോ, വെറ്റ് ആണോ, സാച്ചുറേറ്റഡ് വേപ്പർ ആണോ, സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആണോ? ആരായിരിക്കും? വിഷ്ണു പറയുന്ന വെറ്റ് എന്ന് പറയുന്നുണ്ട്, പറഞ്ഞോ. ഓക്കെ, വേറൊരാൾ വെറ്റ് റീജിയൻ. വിഷ്ണു ആൻസർ മാറ്റിയിരിക്കുകയാണ്, പെട്ടെന്ന് പറഞ്ഞോ. എൻ്റെ പിള്ളേരെ, അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള വാട്ടർ വേപ്പർ ഇസ് ഇൻ സൂപ്പർ ഹീറ്റഡ് റീജിയനാണ്. അതായത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആയിട്ടായിരിക്കും എപ്പോഴും വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിൽക്കുന്നത്. ഒരിക്കലും അവൻ എവിടെ വരത്തില്ല? ലിക്വിഡ് പ്ലസ് വേപ്പർ. കാരണം ഫോർ എക്സാമ്പിൾ ഇവിടെ എൻ്റെ വാട്ടർ വേപ്പർ ഈ പൊസിഷനിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഈസ് പ്യൂർലി ഇൻ വേപ്പർ സ്റ്റേറ്റ്. വാട്ടർ വേപ്പർ എന്തിലാണ്? വേപ്പർ സ്റ്റേറ്റ്. വേപ്പറിലായതുകൊണ്ട് നമുക്ക് അവനെ കാണാൻ പറ്റാത്തത്. ഈ കാണുന്ന സാധനം, ഈ കാണുന്ന വാട്ടർ വേപ്പർ എങ്ങാനും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തുള്ളികളായിട്ട് ഇങ്ങനെ നിൽക്കും. സ്പേസിലൊക്കെ നിൽക്കുന്ന പോലെ ഡ്രോപ്ലെറ്റ്സിലായിട്ട് നിൽക്കും. അങ്ങനെ നമ്മൾ കാണുന്നുണ്ടോ?
ഇല്ല. അപ്പോൾ എല്ലായ്പ്പോഴും അറ്റ്മോസ്ഫിയറിക് എയറിനകത്ത് വാട്ടർ വേപ്പറിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് സൂപ്പർ ഹീറ്റഡ് റീജിയൻ. പിന്നെ പല റെയർ കേസുകളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാച്ചുറേറ്റഡ് വേപ്പറിൽ വേണമെങ്കിൽ ഈ കാണുന്ന ലൈൻ എന്താണ്? ദിസ് ഇസ് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. ഈ ലൈനിൽ ആര് മാത്രമേ ഉള്ളൂ? വേപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദ കേസസ് ജനറലി നമ്മളെ വാട്ടർ വേപ്പർ എന്ത് കേസിലാണ്? ഇറ്റ് ഈസ് ഇൻ സൂപ്പർ ഹീറ്റഡ് റീജിയൻ. ഇറ്റ് ഈസ് നോട്ട് ഇൻ വെറ്റ് റീജിയൻ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ വെറ്റ് റീജിയൻ. അപ്പോൾ നമ്മളെ കഥയിൽ നിന്ന് മാറിപ്പോയി. ഞാൻ എന്തോ പറഞ്ഞു വന്നത്, എന്തോ ഒരു സംഭവം പറഞ്ഞു തരാനാണ് ഇതിലോട്ട് വന്നത്. എന്താണ് പിള്ളേർ ഞാൻ പറയാൻ വന്നത്? ഓർമ്മയുണ്ടോ? ഓക്കെ. യെസ്. നൗ ഐ ഗോട്ട് ഇറ്റ്. അറ്റ്മോസ്ഫിയറിക് എയറിനകത്തുള്ള വാട്ടർ വേപ്പറിന് ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ. ഇപ്പം നമുക്ക് മനസ്സിലായി വാട്ടർ വേപ്പർ സൂപ്പർ ഹീറ്റഡ് റീജിയനിലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ വേപ്പറിനെ എനിക്കൊരു ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? കാരണം എയറിനകത്ത് 2 കണ്ടീഷൻസ് ഉണ്ട്. ആരൊക്കെ ഉള്ളത്? ഒന്ന് നമ്മുടെ മാസ് ഓഫ് ഡ്രൈ എയർ, മറ്റൊന്ന് മാസ് ഓഫ് വാട്ടർ വേപ്പർ. ഇതിൽ മാസ് ഓഫ് എയർ ഓൾറെഡി ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പോൾ മാസ് ഓഫ് ഡ്രൈ എയറും ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറും. എൻ്റെ ചോദ്യം, ക്യാൻ വി കൺസിഡർ വാട്ടർ വേപ്പർ ആസ് എൻ ഐഡിയൽ ഗ്യാസ്? പ്ലീസ് ടെൽ മീ ക്യാൻ വി കൺസിഡർ വാട്ടർ വേപ്പർ ആസ് എൻ ഐഡിയൽ ഗ്യാസ്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. This is my question. Please. Yes. Most of the students are saying yes. നമുക്ക് നോക്കാം, എന്തുകൊണ്ടെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്തിരിക്കുന്നതല്ലേ, ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പ്രഷർ ഞാൻ റൗണ്ട് ചെയ്ത് ഐ എം ഗോയിങ് ടു കോൾ ദിസ് പ്രഷർ ആസ് 1 bar. What do you mean by 1 bar? 1 bar എന്ന് പറഞ്ഞാൽ 1 into 10 power 5 Pascal, or we can call this as 100. റൗണ്ട് ചെയ്താണ്. ആക്ച്വൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയില്ല, പ്രഷർ ഈസ് ഇക്വൽ ടു 1.01325 ബാർ ആണ്. ഓക്കെ, ഞാനിപ്പോൾ റൗണ്ട് ചെയ്താണ് 1 bar ആക്കി മാറ്റി. അപ്പോൾ 100 കിലോ പാസ്കൽ ആണ് ആരുടെ പ്രഷർ? എൻ്റെ ഈ സാമ്പിൾ എയറിൻ്റെ പ്രഷർ. അതിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നോക്കിയാൽ പാർഷ്യൽ പ്രഷർ ഓഫ് എയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 97 കിലോ പാസ്കൽ ആയിരിക്കും. നമ്മുടെ വാട്ടർ വേപ്പറിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 3 കിലോ പാസ്കലാണ്. സച്ച് എ വെരി ലോ പ്രഷർ. നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്, ആദ്യത്തെ ബേസിക്സിൽ പഠിച്ചിട്ടുണ്ട്. എനി ഗ്യാസ് വിത്ത് എ വെരി ലോ പ്രഷർ ആൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ നോക്കൂ, ഞാൻ 3 കിലോ പാസ്കലിലാണ്. ദിസ് ഈസ് നോട്ട് ഇൻ ബാർ. 0.03 സംതിങ് ബാറിലോട്ട് മാറ്റിക്കാൻ ഇറ്റ് വിൽ ബി ബിക്കം 0.03 വരും. അപ്പോൾ വളരെ ലോ പ്രഷർ ആയതുകൊണ്ട് വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ വളരെ ലോ പ്രഷർ ആയതുകൊണ്ട് വി ക്യാൻ കൺസിഡർ ദ വാട്ടർ വേപ്പർ ആസ് എൻ ഐഡിയൽ ഗ്യാസ്. സോ ഇൻ സൈക്രോമെട്രി എയർ is a mixture of ideal gases. In psychrometry, air is a mixture of ideal gases. Mixture ആരൊക്കെയാണ്? ഒന്ന് ഡ്രൈ എയർ പ്ലസ് വാട്ടർ വേപ്പർ. ഇവർ 2 പേരും നമുക്ക് ആരായിട്ട് കൺസിഡർ ചെയ്യാം? വി ക്യാൻ കൺസിഡർ ദീസ് 2 ആസ് വാട്ട്? ഐഡിയൽ ഗ്യാസസ്. 2 പേരെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഐഡിയൽ. ഇതെല്ലാം ഞാൻ നിങ്ങളോട് ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ബി വെരി കെയർഫുൾ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഡ്രൈ എയറും വാട്ടർ വേപ്പറും ഒരു ഐഡിയൽ ഗ്യാസായിട്ട്, മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പേജിലോട്ട്. ഇങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വി ക്യാൻ അപ്ലൈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞത്? വാട്ട് ഈസ് അവർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. Ideal gas equation. What is our ideal gas equation? Everybody knows that this ideal gas equation is PV is equal to mRT. പക്ഷെ ഇവിടെ നമുക്ക് 2 പാർട്ടുകളുണ്ട്. ആരൊക്കെയാണ് 2 പാർട്ടുകൾ? ഒന്ന് ഡ്രൈ എയർ, ഒന്നാരാണ്? ഡ്രൈ എയർ. മറ്റേതാരാണ്? വാട്ടർ വേപ്പർ. അപ്പോൾ ഡ്രൈ എയറിൻ്റെ കേസിൽ ഞാൻ ഈ PV is equal to mRT അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. PV is equal to mRT. നോക്കൂ, PV is equal to mRT. ഈ കാണുന്ന ഡ്രൈ എയർ അല്ലേ? സോ PA VA MA RA TA.
അതേപോലെ നമ്മൾ വാട്ടർ വേപ്പറിൻ്റെ കേസിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെയും പി വി ഇസ് ഈക്വൽ ടു എം ആർ ടി. വി ക്യാൻ അപ്ലൈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ വാട്ടർ വേപ്പേഴ്സ്. ഇവിടെ വാട്ടർ വേപ്പർ ആണെങ്കിൽ വി 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 വി. ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മുടെ ഇതാണ്, ലെറ്റ് ഇറ്റ് ബി, ഇഫ് ദിസ് ഈസ് മൈ എയർ, air is under temperature T, air is under volume V ആണ്. അപ്പോൾ നമ്മൾ ഈ T എന്ന് പറഞ്ഞാൽ ആരാണ്? ദിസ് ഇസ് TA ഈസ് ഈക്വൽ ടു ടി വി ആണ്. V ഈസ് ഈക്വൽ ടു VA ഈസ് ഈക്വൽ ടു VV ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ടെമ്പറേച്ചറുകളെയും നമുക്ക് പ്രഷറുകളെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? PA ഇൻറ്റു V ഈസ് ഈക്വൽ ടു MARAT. PV V ഈസ് ഈക്വൽ ടു MV RVT. കാരണം ടെമ്പറേച്ചറും വോളിയും നമ്മൾ ഡ്രൈ എയറിൻ്റെ ഒന്നോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ വേപ്പറിൻ്റെ എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടുപേരുടെയും വോളിയും ടെമ്പറേച്ചറും ഒക്കെ സെയിം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? നമുക്ക് ആവശ്യം എന്താണ്? വാട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഈസ് specific humidity. What is specific humidity? T is mass of water vapor divided by mass of dry air ആണ് എൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് അറിയാമോ? this is equation number 1 എന്ന് വിളിച്ചോട്ടെ, this is equation number 2 എന്ന് വിളിച്ചോട്ടെ. Okay, I'm going to divide equation 2 divided by equation 1 ചെയ്യാൻ പോവുകയാണ്. equation 2 divided by equation 1. അപ്പോൾ equation 2 എന്ന് പറഞ്ഞാൽ it is PV into V is equal to MV into RVT whole divided by what? PAV is equal to MARAT. പിള്ളേരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ആരെ കട്ട് ചെയ്ത് കളയാം? നമുക്ക് ഈ കാണുന്ന വോളിയം കട്ട് ചെയ്ത് കളയാം. ഈ കാണുന്ന ടെമ്പറേച്ചർ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഇനിയുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിവിടെ ആവശ്യം എന്താണ്? MV/MA ആണ്. മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ ആണ്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്. വാട്ട് ഈസ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ? വാട്ട് ഈസ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ? നോക്കൂ, ഇറ്റ് ഈസ് PV ബൈ PA ഇൻറ്റു RA ബൈ RV. ശരിയല്ലേ? സോ മാസ് ഓഫ് വാട്ടർ വേപ്പർ divided by mass of dry air. Mass of water vapor divided by mass of dry air എന്ന് പറഞ്ഞാൽ എന്താണ്? It is PV divided by PA into RA divided by RV. നോക്കൂ, ഇവിടെ ഞാൻ സിമ്പിൾ MV/MA is equal to PV by PA into ഈ RA പുറത്തു വന്നു, ഈ RV താഴെ വന്നു. RA by RV നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ molecular mass. Universal gas constant is equal to characteristic gas constant divided by molecular mass. So we can write here omega is equal to PV by PA. ഞാൻ അതേപോലെ എഴുതി. RA എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് RA? ഇവിടെ ഒരു ഇക്വേഷനിൽ ഒരു മിസ്റ്റേക്ക് വന്നു അല്ലേ? ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. R characteristic gas constant is equal to universal gas constant divided by molecular mass. ശരിയല്ലേ? ആരും പറഞ്ഞില്ല? ഓക്കെ, ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ ഞാൻ RAക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? RAക്ക് പകരം ന്യൂമറേറ്ററിലെ RAക്ക് പകരം RU ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് എയർ ഡിവൈഡഡ് ബൈ RVക്ക് എന്ത് കൊടുക്കും? ഇറ്റ് ഈസ് ഓൾസോ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ വേപ്പർ. അപ്പോൾ നോക്കൂ, ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കൂ നിങ്ങൾ. നോക്കൂ, RU കട്ട് ചെയ്ത് പോയി മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ വേപ്പർ അങ്ങ് മോളിൽ പോകും. മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ വേപ്പർ അങ്ങ് മോളിൽ പോകും. ശരിയല്ലേ? സോ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഈസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ PA ഇൻറ്റു MV ഡിവൈഡഡ് ബൈ MA. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ എഴുതിക്കോട്ടെ. ഇറ്റ് ഈസ് MV ഡിവൈഡ് ബൈ MA ഇൻറ്റു MV ഡിവൈഡ് ബൈ MA അല്ലേ ഇൻറ്റു PV ഡിവൈഡഡ് ബൈ PA. തിരിച്ചെഴുതിക്കോട്ടെ, കാരണം നോർമലി റെപ്രസെൻ്റ് രീതിയിലേക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമ്പോൾ വാട്ട് ഈസ് മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് 18 ആണ്. മോളിക്കുലർ മാസ് ഓഫ് ഡ്രൈ എയർ എന്ന് പറയുന്നത് 28.7, ഞാൻ റൗണ്ട് 29 ആക്കി, ഇൻറ്റു PV ഡിവൈഡഡ് ബൈ PA. ഇതാണ് ആരും നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. 18/29 നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് അറൗണ്ട് 0.6
622 into PV divided by PA. Where PA എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രഷർ ആണ്. So total pressure is equal to partial pressure of water vapor plus partial pressure of dry air. So partial pressure of dry air നമ്മൾ in terms of P-ലും PV-ലും ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? It is P minus PV. So omega here, the specific humidity omega is equal to 0.62 PV divided by P minus PV. P minus PV. This is the beautiful relation. This is the beautiful relation. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് ഈ പറയുന്ന അനാലിസിസിനകത്ത് ഡ്രൈ എയർ വാട്ടർ വേപ്പർ തന്നെ നമുക്കൊരു ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതുവരെ ഡിസ്കസ് ചെയ്ത മെജോറിറ്റി പോയിന്റ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതിലെവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയുക. പെട്ടെന്ന് പറയാമോ? വെരി ഗുഡ്, ക്ലിയർ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇവിടെ നിന്ന് ചോദിക്കുന്നൊരു കാര്യം എന്നറിയാമോ? ഇവിടെ നിന്ന് ചോദിക്കുന്നൊരു കാര്യം, നമ്മുടെ ഈ പറയുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് വാട്ട് ചോദിക്കും. നോക്കൂ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ ഫങ്ഷൻ ഓഫ് ആരാണ്? ഹ്യൂമിഡിറ്റി ഇസ് എ ഫങ്ഷൻ ഓഫ് ഏത് പ്രഷർ? ഹ്യൂമിഡിറ്റി ഇസ് എ ഫങ്ഷൻ ഓഫ് നമുക്ക് എന്ത് പറയാം? Humidity is function of what? Specific humidity is function of what? Basic question. Specific humidity ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു സ്പെസിഫിക് ഹ്യൂമിഡിറ്റി? വാട്ടർ വേപ്പറിനെ. ഞാൻ ചോദിക്കുന്നത് ഈ ഇക്വേഷൻസിനകത്ത് 3 പ്രഷർ ഉണ്ടല്ലോ. വാട്ടർ വേപ്പർ, 2 പ്രഷർ ഉണ്ടല്ലോ, വാട്ടർ വേപ്പറും ഡ്രൈ എയറും. പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ട്? നിങ്ങൾ പാർഷ്യൽ പ്രഷർ എന്ന് വാട്ടർ പാർഷ്യൽ പ്രഷർ 2 പാർഷ്യൽ പ്രഷർ ഉണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് എയറും ഉണ്ട്, പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പറും ഉണ്ട്. 2 പേരെ ഡിപ്പെൻഡ് ചെയ്യുമോ? 2-ൽ ആരെങ്കിലും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുമോ? ഒരാളാണെങ്കിൽ ആരാണ് അവൻ? കൺഫ്യൂഷൻ വന്നാണ്ടോ? പാർഷ്യൽ പ്രഷർ ഓഫ് വേപ്പർ. ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ പറഞ്ഞ കാര്യം എന്താണ്? ഫസ്റ്റ് ഇതിൽ പറഞ്ഞത് എന്താണ്? നോക്കൂ, ആരാണ്? എവിടെ? ഇതിലാണോ പറഞ്ഞത്? നോക്കൂ, വാട്ടർ വേപ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ പാർട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈ എയർ ഫിക്സഡ് പാർട്ടാണെന്ന് പറഞ്ഞു. അതായത് ഇവിടെ കണ്ടൻസേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കാം? വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട്, മാസ് ഓഫ് വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കുറയാം. അങ്ങനെ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കുറഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയാമോ? മോളിക്യൂൾ ഓഫ് വാട്ടർ വേപ്പർ കുറയും. മോളിക്യൂൾസ് കൂടുമ്പോഴാണ് പ്രഷർ കൂടുന്നത്. മോളിക്യൂൾസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. ആരുടെ പ്രഷർ കുറയും? വാട്ടർ വേപ്പറിൻ്റെ പ്രഷറിന് ചേഞ്ചസുകൾ സംഭവിക്കാം. പക്ഷേ ഡ്രൈ എയറിൻ്റെ മാസിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, എന്ത് പറയാം? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഫങ്ഷൻ ഓഫ് partial pressure of water vapor. It is not a function of partial pressure. കാരണം partial pressure of air കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അത് മാറത്തില്ല. ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടേം. നെക്സ്റ്റ് ടേം ആരാണ്? ഇറ്റ് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. It is relative humidity. It is relative humidity, and it is represented by the symbol phi. It is ആർക്കെങ്കിലും പറയുമ്പോൾ what is the definition of relative humidity and physical significance of relative humidity? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടെ നിൽക്കട്ടെ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളിപ്പം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതി പോകാം. ഒന്നാമത് പഠിച്ചത് നമ്മൾ ഡ്രൈ എയർ എന്താണെന്ന് പഠിച്ചു ഇല്ലേ? വാട്ടർ വേപ്പർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. മോയ്സ്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചു.
കാരണം ഇനി മറ്റേ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പഠിക്കുന്നതിന് മുന്നേ ഈ ഒരു കൺസെപ്റ്റ്സ് പഠിച്ചില്ല എങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് സം പ്രോബ്ലംസ്. മാസ് ഓഫ് വാട്ടർ വേപ്പർ ടു സാച്ചുറേറ്റഡ് എയർ അല്ല, മോയ്സ്റ്റ് എയർ. ഇനി ഒരു കാര്യം പഠിക്കാനുണ്ട്, സാച്ചുറേറ്റഡ് എയർ, സാച്ചുറേറ്റഡ് എയർ ആൻഡ് അൺസാച്ചുറേറ്റഡ് എയർ ആൻഡ് അൺസാച്ചുറേറ്റഡ് എയർ. സാച്ചുറേറ്റഡ് എയർ ആൻഡ് അൺസാച്ചുറേറ്റഡ് എയർ, അതായത് നോക്കൂ, ജസ്റ്റ് ഒരു 2 minutes. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോയിസ്റ്റ് എയർ ആണ്. എയറുമുണ്ട്, ഡ്രൈ എയറുമുണ്ട്, വാട്ടർ വേപ്പറുമുണ്ട്. നമ്മൾ പണ്ട് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്, ഭയങ്കര ചൂട് ഫീൽ ചെയ്യുമെന്ന് പറയും. ടെമ്പറേച്ചർ 30 ഒരു 28 ആണെങ്കിലും ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ഫീൽസ് ലൈക്ക് 32 എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെതർ റിപ്പോർട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളെല്ലാവരും ബാംഗ്ലൂരിലൊക്കെ പോയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നമ്മൾ എത്ര ചൂടുള്ള സമയത്ത് നടന്നാലും നമ്മൾ വേർക്കത്ത് നമുക്കൊരു കംഫർട്ട് കാണും, കാരണം അവിടെ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. കേരളത്തിൽ കമ്പാരിറ്റീവ്ലി ഹ്യൂമിഡിറ്റി കൂടുതലുമാണ്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്, ബാംഗ്ലൂരിലുള്ള എയറിൽ വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഈ ട്രിവാൻഡ്രത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ എയറിൽ വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ ഒരു എയറിന് വാട്ടർ വേപ്പറിന് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കൂടിയും കുറഞ്ഞു നിൽക്കും. ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും വീട്ടിൽ നാരങ്ങ കലക്കിയിട്ടുണ്ട്, ജ്യൂസ് കലക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാവരും കുഞ്ഞിൽ നാരങ്ങ കലക്കിയിട്ടുണ്ട്. ഇല്ല, നാരങ്ങ കലക്കുമ്പോൾ നാരങ്ങ മധുരത്തിന് വേണ്ടി ആ വെള്ളത്തിൽ ഞാൻ എന്ത് ചെയ്യും, പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഷുഗർ ആഡ് ചെയ്ത് കലക്കും. അപ്പോൾ ഷുഗർ എന്ത് ചെയ്യും, അതിൽ ഡിസോൾവ് ആവും. ഞാൻ പിന്നെയും എന്ത് ചെയ്യുകയാണ്, ഷുഗർ ആഡ് ചെയ്തു കലക്കുന്നു, ഡിസോൾവ് ആകുന്നു. നമ്മൾ അങ്ങനെ എത്ര ഷുഗർ വേണം ആഡ് ചെയ്യാൻ പറ്റുമോ, ഒരു 3-4 സ്പൂൺ അല്ലെങ്കിൽ 5 സ്പൂൺ വരെ ആകുമ്പോഴത്തേക്കും ഡിസോൾവ് ആവും. ഇനി നമ്മൾ അങ്ങോട്ട് 6ാമത് 7ാമത് സ്പൂൺ ഇട്ടാൽ എന്ത് ചെയ്യത്തില്ല, ആ ഷുഗർ എന്ത് ചെയ്യത്തില്ല, ഡിസോൾവ് ആവത്തില്ല. അതായത് ആ വാട്ടർ സാച്ചുറേറ്റഡ് ആയി. ആരെക്കൊണ്ട് സാച്ചുറേറ്റഡ് ആയി, ഈ ഷുഗർ കണ്ടന്റിനെ കൊണ്ട് സാച്ചുറേറ്റഡ് ആയി. ഇനി ഒരു തരി ഷുഗറിനെ പോലും ഡിസോൾവ് ചെയ്ത് ആ വാട്ടറിൽ ലയിക്കാനുള്ള കപ്പാസിറ്റി ആ വാട്ടറിനില്ല. വാട്ടറിന് പറ്റുന്ന മാക്സിമം ഷുഗർ കണ്ടന്റ് അവൻ എടുത്തു കഴിഞ്ഞു. ഇനി ഒരു തരി പോലും ആ ഒരു വാട്ടറിന് ഷുഗർ എടുക്കാൻ പറ്റത്തില്ല. അതേപോലത്തെ ഒരു കപ്പാസിറ്റി ആർക്കുമുണ്ട്, എയറിനുമുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിനും എന്ത് സംഭവിക്കാം, ഈ വാട്ടർ വേപ്പർ ഒരു കണ്ടന്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ചില സമയത്ത് ഒരു 10 gram കപ്പാസിറ്റി കാണത്തുള്ളൂ, ചില സമയത്ത് 20 gram കാണത്തുള്ളൂ, ചില സമയത്ത് 30 gram. അങ്ങനെ ടൈം ടു ടൈം എന്ത് ഈ വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വീട്ടിൽ പച്ചവെള്ളം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ കുറച്ച് സോൾട്ട് ഇട്ട് ഇതേപോലെ കലക്കി. ഇതേ കുറേ സമയം കലക്കി 2-3-4 സ്പൂൺ കഴിയുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ സോൾട്ട് എന്ത് ചെയ്യത്തില്ല, ഡിസോൾവ് ആവത്തില്ല. കാരണം ആ വാട്ടർ സോൾട്ടിനെ കൊണ്ട് സാച്ചുറേറ്റഡ് ആയി. പക്ഷേ അതേപോലെ തന്നെ നിങ്ങളൊരല്പം ചൂടാക്കി നോക്കി ടെമ്പറേച്ചർ കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ടെമ്പറേച്ചർ കൂട്ടിയിട്ട് നിങ്ങൾ പിന്നെയും 1 സ്പൂണ് സോൾട്ട് ഇട്ടാൽ അവൻ എന്ത് ചെയ്യും, അവന് ഈ സോൾട്ടിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. വിച്ച് മീൻസ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സോൾട്ടിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതേപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിനും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ എൻ്റെ കയ്യിൽ ഒരു 2 സാമ്പിൾ ഓഫ് എയർ ഉണ്ട്. ഒരു സാമ്പിളിനകത്ത് ഞാൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു സാമ്പിൾ കളക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സാമ്പിൾ ഞാൻ കളക്ട് ചെയ്തു. ഇതൊരു സാമ്പിൾ കളക്ട് ചെയ്തു. ഈ സാമ്പിളിനകത്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്, ദിസ് ഇസ് എ മോയിസ്റ്റ് എയർ ആണ്. ഈ മോയിസ്റ്റ് എയറിലൂടെ ഞാൻ എന്ത് ആഡ് ചെയ്തു, വാട്ടർ വേപ്പർ ആഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റുകയാണ്, അവന് വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് വാട്ടർ വേപ്പർ സ്പ്രേ ചെയ്യുമ്പോൾ അവൻ അറ്റ്മോസ്ഫിയറിലേക്ക് വേപ്പറൈസ് ചെയ്ത് അവൻ അങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ദിസ് എയർ ഇസ് അൺസാച്ചുറേറ്റഡ്. കാരണം അവന് ഇനിയും കൂടുതൽ വാട്ടർ വേപ്പർ കണ്ടന്റ് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുത്ത് പെർട്ടിക്കുലർ ലിമിറ്റ് ആകുമ്പോൾ പിന്നെ കൊടുക്കുന്ന വാട്ടർ വേപ്പർ എല്ലാം ഡ്രോപ്ലെറ്റ്സുകളായിട്ട് അവിടെ നിൽക്കുകയാണ്. അതായത് ആ എയർ എന്തായി മാറി, സാച്ചുറേറ്റഡ് ആയി മാറി. ഇനി ഒരു ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് വാട്ടറിനെ പോലും ഇവൻ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എയറിൻ്റെ മാക്സിമം വാട്ടർ വേപ്പർ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന എയറിനെ വിളിക്കുന്ന പേരാണെന്ത്, സാച്ചുറേറ്റഡ് എയർ. ഇനിയും കൂടുതൽ വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ നിൽക്കുന്ന എയറിനെ തെറ്റിപ്പോയി, സാച്ചുറേറ്റഡ് എയർ. ഇനിയും കൂടുതൽ വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള എയറിനെ വിളിക്കുന്ന പേര് അൺസാച്ചുറേറ്റഡ്. കാരണം അവൻ വാട്ടർ വേപ്പറിനെ കൊണ്ട് സാച്ചുറേറ്റഡ് അല്ല. അപ്പോൾ 2 കൺസെപ്റ്റ്സുകൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, സാച്ചുറേറ്റഡ് എയർ ആൻഡ് സാച്ചുറേറ്റഡ് എയർ. ക്ലിയർ ആണോ പിള്ളേരെ? ഈ സാച്ചുറേറ്റഡ് എയറും എന്ത് പറ്റിയിട്ട്
കോൾ വന്നപ്പോൾ ഇത് ഡിസ്കണക്ട് ആയി. ഒരു മിനിറ്റ്. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കൺസെപ്റ്റ്സിൽ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയാമോ? വെരി ഗുഡ്, എക്സലൻറ്റ്, എക്സലൻറ്റ്, വെരി ഗുഡ്. ഇനി നമുക്ക് ആരെ പറ്റി പഠിക്കാം? വി ക്യാൻ സ്റ്റഡി അബൌട്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. വി ക്യാൻ സ്റ്റഡി അബൌട്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ചില ടെക്സ്റ്റ് ബുക്കുകൾ ഇവനെ RH എന്ന് വിളിക്കാറുണ്ട്, ചിലർ ഇവനെ ഫൈ എന്ന് വിളിക്കാറുണ്ട്, ചിലർ ഇവനെ ഫൈ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ കയ്യിൽ നോക്കൂ, ഒരു സാമ്പിൾ ഉണ്ട്, എയർ. ഐ എം ഹാവിങ് എ സാമ്പിൾ ഓഫ് എയർ, ബട്ട് ദിസ് എയർ ഈസ് unsaturated. This air is unsaturated. This air is unsaturated. Unsaturated meaning എന്താണ്? ഈ എയറിന് ഇനിയും കൂടുതൽ വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ എയറിൻ്റെ ടെമ്പറേച്ചർ T ആണ്, ഇവൻ്റെ വോളിയം V ആണ്. ഈ എയറിന് ഇനിയും അൺസാച്ചുറേറ്റഡ് ആയതുകൊണ്ട് ഈ എയറിന് ഇനിയും എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഐ എം ഗോയിങ് ടു ആഡ് വാട്ടർ വേപ്പർ ഇൻ ടു ദിസ് സാമ്പിൾ. I am going to add water vapor. Adding water vapor. Adding water vapor. But at temperature T. ഈ എയറിൻ്റെ ടെമ്പറേച്ചർ എന്താണോ അതേ സെയിം ടെമ്പറേച്ചറിലാണ് ഞാൻ എന്ത് ആഡ് ചെയ്യാൻ പോകുന്നത്? വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്നത്. സെയിം ടെമ്പറേച്ചർ. അതുകൊണ്ട് അപ്പോൾ എന്ത് സംഭവിക്കത്തില്ല? ഈ എൻ്റെ ടോട്ടൽ എയറിൻ്റെ എൻ്റെ സിസ്റ്റത്തിൻ്റെ സാമ്പിൾ എയറിൻ്റെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയിച്ചില്ല. സെയിം ടെമ്പറേച്ചറാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ സെയിം ടെമ്പറേച്ചർ ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്കൊരു സംഭവം കിട്ടും. ഈ സമയത്തുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പർ MV. ദിസ് ഇസ് മൈ ആക്ച്വൽ സാമ്പിൾ. ഈ സമയത്തുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പർ ഞാൻ മെഷർ ചെയ്ത് ഞാൻ MV എന്ന് വിളിച്ചു. ഇവിടെ ഞാൻ വാട്ടർ വേപ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. വാട്ടർ വേപ്പർ ആഡ് ചെയ്ത് ഒരു ലിമിറ്റ് ചെയ്യുന്നപ്പോൾ എൻ്റെ എയർ എന്തായി മാറി? എൻ്റെ പിള്ളേരെ, മൈ എയർ ഗെറ്റ് സാച്ചുറേറ്റഡ്. എൻ്റെ എയറിന് മാക്സിമം വാട്ടർ വേപ്പർ കപ്പാസിറ്റി റീച്ചായി. ഇനി ഒരു തുള്ളി ഡ്രോപ്ലെറ്റ്സ് പോലും എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എയർ എന്തായി മാറി? സാച്ചുറേറ്റഡ് ആയി. പക്ഷെ അവന് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ടെമ്പറേച്ചർ T തന്നെയാണ്. ടെമ്പറേച്ചർ ഈസ് T. വോളിയമോ? മാറൂല. എൻ്റെ ചോദ്യം, മാസ് ഓഫ് വാട്ടർ വേപ്പർ MV. ഇവിടുത്തെ മാസ് ഓഫ് ഡ്രൈ എയർ MV ആണ്, ഇവിടുത്തെ മാസ് ഓഫ് ഡ്രൈ എയറും MA തന്നെയാണ്. എൻ്റെ ചോദ്യം, ഇവിടുത്തെ മാസ് ഓഫ് വാട്ടർ വേപ്പറും ഇവിടുത്തെ മാസ് ഓഫ് വാട്ടർ വേപ്പറും സെയിം ആയിരിക്കുമോ? പ്ലീസ് ടെൽ മീ, വാട്ട് ഈസ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ? ഈ രണ്ട് കേസിലും മാസ് ഓഫ് വാട്ടർ വേപ്പർ സെയിം ആയിരിക്കുമോ? പറ. നോ, ഒരിക്കലും ക്ലിയർ ആയി. കാര്യം എന്താണ്? വളരെ സിമ്പിൾ. ഞാൻ ഇവിടെ ഇനിഷ്യലി MV എമൗണ്ട് ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ കൂടുതൽ വാട്ടർ വേപ്പർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഇനിഷ്യലി ഉണ്ടാകുന്ന മാസ് ഓഫ് വാട്ടർ വേപ്പർ അല്ല ഇവിടെ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഉറപ്പായിട്ടും കൂടിയിരിക്കും. അങ്ങനെ കൂടി അവൻ എന്തായി? സാച്ചുറേറ്റഡ് ആയി. ആ സമയത്തുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പർ ഞാൻ MVS എന്ന് വിളിച്ചോട്ടെ. മാസ് ഓഫ് വാട്ടർ വേപ്പർ വെൻ ദ എയർ ഗെറ്റ് സാച്ചുറേറ്റഡ്. അതാണ് MVS. മാസ് ഓഫ് വാട്ടർ വേപ്പർ വെൻ ദ എയർ ഗെറ്റ് സാച്ചുറേറ്റഡ്. ഇവർ തമ്മിലുള്ള റേഷ്യോ, ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് മൈ ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ ഡിവൈഡ് ബൈ വെൻ ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ വെൻ ദ എയർ ഗെറ്റ് സാച്ചുറേറ്റഡ്. ദാറ്റ് ഈസ് MVS. ഇത് മനസ്സിലായോ പിള്ളേരെ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? What is the meaning of relative humidity?
Clear? So this is my what? This is my relative humidity. ഞാൻ നിങ്ങൾക്ക് അതെ ഈ ഗ്രാഫിലൂടെ ഒന്ന് പറഞ്ഞുതരാം എങ്കിൽ കുറേ കൂടെ ഒരു കൺസെപ്റ്റ്സ് ക്ലിയർ ആവും. ദിസ് ഈസ് ടെമ്പറേച്ചർ ടി ആൻഡ് ദിസ് ഈസ് എൻട്രോപ്പി എസ്. ദിസ് ഈസ് എൻട്രോപ്പി എസ്. ഇനിഷ്യലി ഞാൻ ഈ ടി എസ് ഗ്രാഫ് സൈക്രോമെട്രിയിൽ ടി എസ് ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് ആരെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും? വാട്ടർ വേപ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ. കാരണം വാട്ടർ വേപ്പറിന് മാത്രമേ ഫേസ് ചേഞ്ച് നടക്കത്തുള്ളൂ. എയറിന് എന്തില്ല? ഫേസ് ചേഞ്ച് ഇല്ല. ഫേസ് ചേഞ്ച് ഇല്ലെങ്കിൽ ഇങ്ങനെ സാച്ചുറേഷൻ ടോപ്പൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് സേ മൈ വാട്ടർ വേപ്പർ ഇനിഷ്യലി ഈ കാണുന്ന MB എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള വാട്ടർ വേപ്പർ ഇവിടെ നിൽക്കുക. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ വാട്ടർ വേപ്പർ. എൻ്റെ കണ്ടീഷൻ, ദിസ് ഇസ് ദ ഇനിഷ്യൽ കണ്ടീഷൻ. ലെറ്റ് ഇറ്റ് ബി 1. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രഷർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ കർവ് ഞാൻ വരയ്ക്കാൻ ലൈക്ക് ദിസ്. ഈ വരയ്ക്കുന്ന പ്രഷർ ആരെന്ന് പറയാമോ? കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഹു ഈസ് ദിസ് പ്രഷർ. കാരണം കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ്. ഇങ്ങനെ പോകുന്നതെല്ലാം TS ഗ്രാഫിനകത്ത് എല്ലാം കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഇത് ആരുടെ പ്രഷറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്? ഞാൻ ഈ വരച്ചിരിക്കുന്ന പ്രഷർ ആരുടേതാണ്? പെട്ടെന്ന് പറ പിള്ളേരെ, പെട്ടെന്ന് പറ. ആരുടെ പ്രഷറാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്? പക്ഷെ ഞാൻ ഇതിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു, ഇത് എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യെസ്, പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. വെരി ഗുഡ്. വിഷ്ണു. ഒരു സെക്കൻഡ് ജസ്റ്റ് ഒരു കോൾ എടുത്തോട്ടെ. ഒരു സെക്കൻഡ്, ഒരേ സമയമായിട്ട് വിളിക്കുന്നു. Okay, very good. Yes. Partial pressure of water. Very good. Excellent. This is കാരണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഈ വരച്ചിരിക്കുന്നത് വാട്ടർ വേപ്പറിന്റെ റീജിയൻ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ TS ഗ്രാഫിനകത്ത് ആരെ മാത്രമേ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ? വാട്ടർ വേപ്പറിനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിന്റെ വാട്ടർ വേപ്പർ ഇനിഷ്യലി പോയിന്റ് 1 നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റ് ബൈ ദ സിമ്പൽ PV എന്നാണ് ഞാൻ. ഇറ്റ് ഈസ് PV. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? എൻ്റെ പിള്ളേരെ ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഈ പിക്ചോറിക്കിലേക്ക് നിങ്ങൾ ഈ കാര്യം പഠിച്ചാലുണ്ടല്ലോ, പിന്നെ ജന്മത്ത് നിങ്ങളൊക്കെ മരിച്ചാലും നിങ്ങൾ ഇന്ന് മറക്കത്തില്ല കേട്ടോ. അതാണ് പിക്ചോറിക്കൽ ഗ്രാഫിക്കലി പഠിച്ചാലുള്ള ഗുണം കേട്ടോ. ഈ ഇനിഷ്യൽ, ദിസ് ഇസ് മൈ സ്റ്റേറ്റ് 1. ഇതാണ് എൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ. ദിസ് ഇസ് മൈ ഫൈനൽ കണ്ടീഷൻ. ലെറ്റ് ഇറ്റ് ബി 2 എന്ന് വിളിച്ചോട്ടെ. ലെറ്റ് ഇറ്റ് ബി 2. ഈ സമയത്ത് ഈ ഇനിഷ്യൽ കണ്ടീഷൻ ഞാൻ അവിടെ പ്ലോട്ട് ചെയ്തു. ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? വാട്ടർ വേപ്പർ ആഡ് ചെയ്യുകയാണ്. വാട്ടർ വേപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പറിന് എന്തെങ്കിലും സംഭവിക്കുമോ? കൂടുമോ കുറയുമോ? അത് പറഞ്ഞാൽ മതി. പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ കൂടുമോ കുറയുമോ? ഇൻക്രീസ്. കാര്യം എന്താ? ഇതിനകത്ത് ഇനിഷ്യലി MB എമൗണ്ട് ഓഫ് മോളിക്യൂൾസേ ഉള്ളൂ വാട്ടർ വേപ്പറിന്. അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അവനും കൂടെ ചേർന്ന് എന്ത് ചെയ്യും? ഇതിനകത്തുള്ള വാട്ടർ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടും. കാരണം വാട്ടർ വേപ്പറിൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടി. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഇവിടെ നിന്ന് ഉറപ്പായിട്ടും കൂടെ ഹയർ പാർഷ്യൽ പ്രഷറിലേക്ക് പോകും. പക്ഷേ എൻ്റെ ചോദ്യം, ഈ കർവ് ഹൊറിസോണ്ടലി പോകും. കാരണം മുകളിലോട്ട് പോയാലേ പ്രഷർ കൂടും. ഈ കർവ് ഇവിടെ ഈ TS ഗ്രാഫിനകത്ത് ഈ വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്നത് കാരണം ഇവൻ വെർട്ടിക്കലി മുകളിലോട്ട് പോകുമ്പോൾ ഹൊറിസോണ്ടലി പോകുമോ? എങ്ങനെ മൂവ് ചെയ്യും? വെർട്ടിക്കലി പോകുമ്പോൾ ഹൊറിസോണ്ടലി പോകുമോ? പറയുന്നില്ല.
ഹൊറിസോണ്ടലി പോകും. നോക്കൂ ഫോർ എക്സാമ്പിൾ ഹൊറിസോണ്ടൽ. ഇതെല്ലാം കൺസെപ്റ്റ്സ് ആണ്. ഈ ഫണ്ടമെൻ്റൽസുകൾ കൺസെപ്ച്വലി പഠിച്ചാൽ മാത്രമേ സൈക്കോമെട്രിക് ചാർട്ടിനകത്തുള്ള ഒരു കൺട്രോൾ നിങ്ങൾക്ക് കിട്ടൂ. ഇത് പഠിച്ച് ഈ ഫണ്ടമെൻ്റൽ സൈക്കോമെട്രിക് ടേംസുകൾ നിങ്ങൾ കൺസെപ്ച്വലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാർട്ട് നിങ്ങൾ മറന്നു നിൽക്കും. ഒരൊറ്റ പ്രാവശ്യമായി ചാർട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഒരൊറ്റ പ്രാവശ്യം മതി. നോക്കൂ പിള്ളേരെ, ഞാൻ എന്താ ഇവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈനിങ് വരയ്ക്കുകയാണ്. നോക്കൂ, ദിസ് ഈസ് ദ ടെമ്പറേച്ചർ ടി. ഈ ടി ആയിരുന്നു ആരുടെ ടി? എൻ്റെ ഇനിഷ്യൽ സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ എന്താണെന്ന് പറയുന്നത് ടി എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനകത്ത് വാട്ടർ വേപ്പർ ആഡ് ചെയ്യുകയാണ്. ഈ ആഡ് ചെയ്യുന്ന വാട്ടർ വേപ്പറിൻ്റെ ടെമ്പറേച്ചറും എത്രയാണ്? ടി ആണ്. അപ്പോൾ ഞാൻ വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്നത് കാരണം പാർഷ്യൽ പ്രഷർ വാട്ടർ വേപ്പർ കൂടും. പക്ഷേ പാർഷ്യൽ പ്രഷറിന് ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പാടില്ല? ഇറ്റ് വിൽ നോട്ട് നെവർ എവർ ചേഞ്ച്. കാരണം ഫൈനൽ കണ്ടീഷനിൽ ടെമ്പറേച്ചർ ടി ആണ്. അതിന് കാരണം സെയിം ടെമ്പറേച്ചറിലാണ് ഞാൻ വാട്ടർ വേപ്പറിന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നോക്കൂ, ഇവൻ ഇങ്ങനെ പ്രഷർ കൂടുമ്പോൾ ഇവ ഇങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്ത് എവിടെ എത്തും? ഈ പോയിന്റിലെത്തും. എവിടെ എത്തും? ഈ പോയിന്റിലെത്തുമ്പോൾ എന്ത് പറ്റും? നൗ ദ എയർ ഗെറ്റ് സാച്ചുറേറ്റഡ്. നൗ അവർ എയർ ഗെറ്റ് സാച്ചുറേറ്റഡ്. ഇനി ഇതിലും കൂടുതൽ വാട്ടർ വേപ്പർ നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കിയാൽ എന്ത് പറ്റും? അവൻ ലിക്വിഡ് റീജിയനിലോട്ട് പോകും. അപ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് മൈ എയർ ഗെറ്റ്സ് സാച്ചുറേറ്റഡ്. ആ സാച്ചുറേഷൻ പോയിന്റ് കണ്ടല്ലോ, ഇതിലെ സാച്ചുറേഷൻ പോയിന്റ്. ഈ സാച്ചുറേഷൻ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രഷർ കാണും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് PVS, പാർഷ്യൽ പ്രഷർ ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ വേപ്പർ. പാർഷ്യൽ പ്രഷർ ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ വേപ്പർ. നോക്കൂ, ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ, പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ PV ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ PVS. കാരണം ഇവൻ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ അവൻ്റെ വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ കൂടി എന്തായി മാറുന്നു? ഇറ്റ് വിൽ ബിക്കം PVS. PV മീൻസ് പാർഷ്യൽ പ്രഷർ ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ വേപ്പർ. പാർഷ്യൽ പ്രഷർ ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ വേപ്പർ. ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. ആണോ ഇല്ലെന്നൊന്ന് പറയാമോ? ആണോ ഇല്ലെന്നൊന്ന് പറയാമോ? ദിസ് ഇസ് കണ്ടീഷൻ 1 ആൻഡ് ദിസ് ഇസ് മൈ കണ്ടീഷൻ 2. കണ്ടീഷൻ ക്ലിയർ ആണോ ഇല്ലെന്ന് പറയാമോ പിള്ളേരെ? സോ ദാറ്റ് വി ക്യാൻ മൂവ് ഓൺ. ആണോന്നാ? എന്താണോന്ന്? വിരാട് കോഹ്ലി ആണോ എന്ന് ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ മോനെ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കിയാൽ പോവാം. ബാക്കി മെജോറിറ്റി വർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് വിരാട് കോഹ്ലിയുടെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ചോദ്യം മനസ്സിലാകാത്ത സ്ഥിതിക്ക് എനിക്ക് മുമ്പോട്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത കാര്യത്തിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് പോവുകയാണ്. പിള്ളേരെ നോക്കിയോ, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത്? നോക്കൂ, phi, relative humidity. What is phi? Phi is the ratio of mass of water vapor divided by mass of water vapor when the air gets saturated. ഡെഫിനിഷൻ ഒന്നും എഴുതുന്നില്ല, നമുക്ക് ഡെഫിനിഷൻ്റെ ആവശ്യമില്ല. ഡെഫിനിഷൻ കൃത്യമായി മനസ്സിലുണ്ടായാൽ മാത്രം മതി. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അറിയുമ്പോൾ ഈ കേസിലുണ്ട് ഇവിടെ ഞാൻ PV = MRT അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. PV = MRT, but only for water vapor. So this is PV, this is MV, this is RV. കാരണം വോളിയം നോക്കൂ, ഈ 1 2ൻ്റെയും വോളിയവും ടെമ്പറേച്ചർ നോക്കൂ സെയിം ആണ്. T വോളിയം, B വോളിയം. അതുകൊണ്ട് ഞാൻ അവനെ പഴയതുപോലെ മാറ്റുന്നില്ല, അങ്ങനെ തന്നെ എഴുതുകയാണ്. നോക്കൂ, ഇവിടെ വരികയാണ്, ഇവിടെ ഞാൻ PV = MRT അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, PV = MRT. ശ്രദ്ധിക്കണേ, വോളിയം ടെമ്പറേച്ചർ മാറ്റമില്ല, പക്ഷെ പ്രഷർ എന്തായി മാറും? PVS. മാസ് എന്തായി മാറും? MVS. R എന്തായി മാറും? ഇറ്റ് ഈസ് RV. നമുക്ക് ആവശ്യം MV/MVS അല്ലേ? ഞാൻ ഇവനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചോട്ടെ, ഇവനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചോട്ടെ. ഐ എം ഗോയിങ് ടു ഡിവൈഡ് ഇക്വേഷൻ 1 / 2. അപ്പോൾ എന്ത് കിട്ടും നോക്കൂ, PVV = MVRVT divided by PVS into V, MVS into RVT. എൻ്റെ പിള്ളേരെ ഒന്ന് നോക്കിയോടാ, നോക്കുക, ഈ വോളിയം കട്ട് ചെയ്ത് കളഞ്ഞു.
ഈ ടെമ്പറേച്ചർ കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ട് കേസും വാട്ടർ വേപ്പറാണ്. അപ്പോൾ വാട്ടർ വേപ്പറിൻ്റെ ഗ്യാസ് കോൺസ്റ്റൻറ്റ് രണ്ടിലും സാച്ചുറേറ്റഡ് ആണെങ്കിലും സാച്ചുറേറ്റഡ് അല്ലെങ്കിലും വാട്ടർ വേപ്പറിൻ്റെ ഗ്യാസ് കോൺസ്റ്റൻറ്റ് സെയിം തന്നെ. അപ്പോൾ ആർ വി കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് കിട്ടും വാട്ട് ഈസ് എം വി ബൈ എം വി എസ്. ഇവിടെ നോക്കൂ, വാട്ട് വി ഗോട്ട് ഫ്രം ഹിയർ. ശ്രദ്ധിച്ച് നോക്കൂ എം വി ഡിവൈഡഡ് ബൈ എം വി എസ് ഈസ് ഈക്വൽ ടു പി വി ഡിവൈഡഡ് ബൈ പി വി എസ് എന്ന് കിട്ടി. വി ഗോട്ട് ദ എക്സ്പ്രഷൻ. അപ്പോൾ കിട്ടി എം വി ബൈ എം വി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇതാരാണ് ഇവൻ? ഹു ഈസ് ഹി? ദിസ് ഈസ് അവർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഫൈ. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഫൈ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടെത്തി. ഈ എക്സ്പ്രഷനും ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് പി വി ബൈ പി വി എസ്. It is PV divided by PVS. It is PV divided by PVS. Clear അല്ലേ പിള്ളേരെ? ഓക്കെ, ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് അൺസർട്ടനിറ്റി ഉണ്ടാകാനൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി ഇവിടെ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണേ. This is my temperature and this is my entropy. This is my saturation curve. This is my saturation curve. Initially my air is in this state. Initially എൻ്റെ എയർ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു പാർഷ്യൽ പ്രഷർ ഇങ്ങനെ ഞാൻ വരച്ചു. ദിസ് ഈസ് മൈ പാർഷ്യൽ പ്രഷർ പി വി. ദിസ് ഈസ് മൈ പാർഷ്യൽ പ്രഷർ പി വി. അപ്പോൾ ഇനിഷ്യലി പി വി. ഇപ്പം എൻ്റെ കണ്ടീഷൻ, എൻ്റെ എയർ ഇവിടെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൈ എയർ ഈസ് അൺസാച്ചുറേറ്റഡ് എയർ. Unsaturated air. This is unsaturated air. This is unsaturated air. കാരണം ഇനിയും കൂടുതൽ അവൻ എന്തുണ്ട്? വാട്ടർ വേപ്പറുകൾ അബ്സോർബ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ എയർ നിൽക്കുന്നത് ഇവിടെയാണ് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി ഹിയർ. ഇനിഷ്യൽ എൻ്റെ എയർ ഇവിടെയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? മൈ എയർ ഈസ് സാച്ചുറേറ്റഡ്. അപ്പോൾ സാച്ചുറേറ്റഡ് എയർ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ, ഇവിടുത്തെ പ്രഷർ ഞാൻ എന്ത് വിളിച്ചു? ലെറ്റ് ഇറ്റ് ബി പി വി എസ്. ഇനിഷ്യലി എൻ്റെ എയർ എന്തിൽ തന്നെ നിൽക്കുകയാണ്? സാച്ചുറേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പി വി ഡിവൈഡഡ് ബൈ പി വി എസ് എന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. പി വി ഡിവൈഡഡ് ബൈ പി വി എസ്. പക്ഷേ ഇനിഷ്യലി എൻ്റെ എയർ സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഈ പി വി എന്ന് പറഞ്ഞ സാധനം എന്തായി മാറിയിരിക്കുകയാണ്? പി വി എസ് ആയിരിക്കുകയാണ്. വിച്ച് മീൻസ് പി വി എസ് ബൈ പി വി എസ് ഐ വിൽ ഗെറ്റ് 1. വിച്ച് മീൻസ് എൻ്റെ എയർ 100% സാച്ചുറേറ്റഡ് ആണ് എന്നർത്ഥം. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ 1 ആണെങ്കിൽ വാട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് 100% my air is saturated. If my air is unsaturated air, always the value of specific humidity should be less than 1. For example, ഇവൻ്റെ എയർ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഫൈ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഐ വിൽ ഗെറ്റ് അറൗണ്ട് 80.8. അതായത് 80% ആണ് എനിക്ക് കിട്ടി. ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടോ? നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ റേഷ്യോ ഉണ്ടോ? എം ബി ഡിവൈഡ് ബൈ എം ബി എസ്. നമ്മളിൽ ഓൾറെഡി സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന സാമ്പിളിനകത്ത് അല്ലെങ്കിൽ എൻ്റെ എയറിൻ്റെ മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എനിക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഓൾറെഡി സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നിൽക്കുമ്പോൾ ഞാൻ എന്തിന് വെറുതെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പഠിക്കണം? ഇവിടെയാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നിൽക്കുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു എയർ തന്ന് അതിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എയറിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണെന്നൊരു വാല്യൂ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഫോർ എക്സ് ഓർ വൈ വാല്യൂ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ വെച്ചുകൊണ്ട് അവൻ ഇനി വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, എയർ സാച്ചുറേറ്റഡ് ആണോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും 100%, വിച്ച് മീൻസ് മൈ എയർ ഈസ് സാച്ചുറേറ്റഡ് എയർ. ഇഫ് ഇറ്റ് ഈസ് 80% എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ എയർ 80% സാച്ചുറേറ്റഡ് ആയിത്തോളൂ. ഇനിയും ഈ 20% ഓഫ് വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? എൻ്റെ എയറിനുണ്ട്. വിച്ച് മീൻസ് അവർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5 represents absorption capacity of water vapor.
absorption capacity of water vapor. വാട്ടർ വേപ്പറിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇഫ് ദ വാല്യൂ ഓഫ് റിലേറ്റീവ് യൂണിറ്റ് ഈസ് ഗിവൺ, ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we can tell the value of, we can judge the amount of water vapor present in that air. അല്ലെങ്കിൽ ഇനി എത്രത്തോളം വാട്ടർ വേപ്പർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കഥ നമുക്ക് അവിടെ കിട്ടും. ക്ലിയർ അല്ലേ? ഇപ്പോൾ എനിക്കൊരു അർജൻറ്റായിട്ടൊരു കോള് 2-3 പ്രാവശ്യം വന്ന് എനിക്കൊന്ന് പോവേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്സിലൂടെയും കമൻറ്റിലൂടെയും അത് അറിയിക്കുക. എങ്കിൽ നമുക്കിതുപോലുള്ള ബ്യൂട്ടിഫുൾ സെഷൻസുമായിട്ട് മുമ്പോട്ട് വരാം. കൺസെപ്റ്റ്സിൽ ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച ക്ലാസ്? ഓക്കെ, താങ്ക് യു സാർ. നൈസ്, ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നാണ്. യെസ്, നസീം ബ്രോ, അജാസ്, അസാഖ്, യെസ്, ഓക്കെ, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക. ലൈക്കിലൂടെ ഞാനത് മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, എനിവേ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സുകൾ ഞാൻ കഴിവതും യൂട്യൂബ് ചാനൽ തന്നെ ഞാനത് കൊടുക്കാൻ നോക്കാം. അല്ല എങ്കിൽ eMeryt ലേണിംഗ് ആപ്പിൻ്റെ മെക്കാനിക്കൽ ഫ്രീ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക. 100% ദ കോഴ്സ് ഇസ് ഫ്രീ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ലൈവ് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. eMeryt ടെക്നിക്കലാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. eMeryt ടെക്നിക്കൽ അതാണ്. ദിസ് ഇസ് മൈ ടെലിഗ്രാം ചാനൽ. നമുക്ക് ഒരുപാട് ചാനൽസുകളുണ്ട്. മറ്റേ ജനറൽ PSCക്കൊക്കെ ഉണ്ട്. eMeryt ടെക്നിക്കൽ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഞാൻ നിങ്ങളുടെ ലൈവ് ക്ലാസ്സിന് നോട്ടിഫിക്കേഷൻസ് കൊടുക്കാം. ഓക്കെ, ലൈവ് ക്ലാസ് നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കഴിവത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ നിങ്ങൾ മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ വെറുതെ കണ്ട് കളയരുത്. ജസ്റ്റ് നോട്ട്സുകൾ നിങ്ങൾ മേക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദ നോട്ട്സ്. കുട്ടികൾ പറയും ഇനിയിപ്പോൾ എക്സാമിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എത്ര കുറച്ച് സമയമുണ്ടെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയാൽ മാത്രമേ അത് തലയ്ക്കകത്തോട്ട് കയറത്തുള്ളൂ. അതുകൊണ്ട് ലെക്ചർ നോട്ട്സുകൾ മേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട്ട് പോവാം. ഇവിടെ എനിക്കിതിപ്പോൾ നിർത്താൻ കാരണം ഇനി ഉടനെ ഇത് ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു എന്താ പറയുക, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ റേഡിയേഷൻ്റെ ഒരു പ്രോബ്ലത്തിനകത്ത് കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ, ഒരുപാട് പേര് അതിനെപ്പറ്റി എന്തെങ്കിലും അതിൻ്റെ ഒരു കൺഫർമേഷൻ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയലും സോഴ്സസും കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് ഇടണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിന്ന് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു, പ്രശ്നമില്ല. ഇനിയും കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അപ്പോൾ എനിവേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് ടു എവ്രിവൺ.